കെജ്രിവാളിനെതിരെ ഏത് സാഹചര്യത്തെയും എങ്ങനെയും ഉപയോഗിക്കുക, ഏത് വഴിവിട്ട രീതിയായാലും അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, എങ്ങനെയും പെരുമാറും എന്ന നിലയിൽ ദില്ലി പോലീസ്, കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള ദില്ലി പോലീസ് പെരുമാറുന്നത് ഇന്നലെയും നമ്മൾ കണ്ടു. അതായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ PA വൈഭവ് കുമാർ പാർട്ടി MP സ്വാതി മലിവാളിനെ ആക്രമിച്ചു എന്ന പരാതിയിൽ അസാധാരണ നടപടികളുമായിട്ടാണിപ്പോൾ ദില്ലി പോലീസ് മുന്നോട്ട് പോകുന്നത്. സ്വാതി മലിവാളിനെ കെജ്രിവാളിൻ്റെ വീട്ടിൽ നേരിട്ടെത്തിച്ച് പോലീസ് തെളിവെടുക്കുകയായിരുന്നു. സ്വാതി മലിവാളിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സ്വാതിക്ക് പിന്നിൽ BJP ആണെന്നും AAP ആരോപിച്ചു. ഇപ്പോൾ സ്വാതി മലിവാളല്ല, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് നമ്മൾക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സ്വാതിയുടെ പരാതി AAP തള്ളിക്കളഞ്ഞോ? അതിലൊരു വലിയ ഗൂഢാലോചനയുണ്ടോ? ചില വീഡിയോകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു. ആ വീഡിയോ കണ്ടാൽ സ്വാതി മലിവാൾ പറയുന്നതല്ല യാഥാർത്ഥ്യം എന്ന് AAP പറയുന്നുണ്ടല്ലോ. എന്താണ് ആ സീൻ? അതേക്കുറിച്ച് ആദ്യം. ശരത്, എന്തായാലും ആ വീഡിയോ പുറത്തു വന്നത് വലിയ തരത്തിലുള്ള തിരിച്ചടി സ്വാതിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. കാരണം സ്വാതി ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണ്, കളവാണ്, പൂർണ്ണമായും കളവാണ് എന്ന് വെളിപ്പെടുത്തുന്ന വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. ആ വീഡിയോയിൽ സ്വാതിയെ സംബന്ധിച്ച് സ്വാതിക്ക് അറിയാവുന്നതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതെല്ലാം തരത്തിലുള്ള ചട്ടങ്ങളുണ്ട്, എങ്ങനെയാണ് എന്നതൊക്കെ അറിയാവുന്ന ആളുകൂടിയാണ് സ്വാതി. എന്നിട്ടും ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറുകയും അതേസമയം PA ആണ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ പോലും സ്വാതി കൃത്യമായി ഭീഷണിപ്പെടുത്തുകയും PAയോട് തന്നെ സംസാരിച്ച് മുഷിയുന്നതൊക്കെ ആ വീഡിയോയിൽ ദൃശ്യമാണ്. അപ്പോൾ സ്വാതി ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന വിഷ്വലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു അസാധാരണ നടപടിയുമായിട്ട് ദില്ലി പോലീസ് മുന്നോട്ട് പോവുകയാണ്. സ്വാതിയെ കെജ്രിവാളിൻ്റെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ച് തന്നെ, വീട്ടിലെത്തിച്ചുകൊണ്ട് തന്നെ ആ രംഗത്തെ വീണ്ടും പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും അസാധാരണമായ നടപടിയിലേക്ക് പോലീസ് പോവുകയാണ്. അവിടെ എത്തിക്കൊണ്ട് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ദില്ലി പോലീസ് നടത്തുന്നത്. വലിയ അസ്വസ്ഥരായിട്ടുണ്ട് BJP എന്നതിൽ ഒരു സംശയമില്ല. കാരണം കെജ്രിവാളിൻ്റെ പ്രചരണം ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. അതിനെ ഏത് തരത്തിലും നശിപ്പിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ നിന്നുള്ളത്. ആം ആദ്മി പാർട്ടി കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല PA അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിശി അടക്കമുള്ളവർ ഈ വിഷയവുമായി രംഗത്ത് വന്നത് BJPയുടെ തന്ത്രമാണ്, അല്ലെങ്കിൽ കെജ്രിവാളിനെ ഇന്ത്യ മുന്നണിയും നശിപ്പിക്കുവാൻ വേണ്ടി BJP നടത്തുന്ന തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്വാതിയുടെ പരാതിയെ ഉണ്ട് എന്ന തരത്തിലാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വരുന്നത്. എന്തായാലും കെജ്രിവാളിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനെ വലിയ വിവാദമായി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഏത് തരത്തിലും അത് ആം ആദ്മി പാർട്ടി ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും മുന്നോട്ടുള്ള പ്രചരണം ഇന്ത്യ മുന്നണി വളരെ സജീവമായി കൊണ്ടുപോകുന്നു. കെജ്രിവാൾ അതിനേക്കാൾ ശക്തിയോടെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വലിയ ശക്തിയോടെ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നു. BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക മാത്രമാണ് ഈ പരാതിക്ക് പിന്നിൽ നിന്ന് മാത്രമേ പറയാൻ കഴിയൂ. ശരത്. ശരി, സ്വാതിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. ഇത്തരം എന്ത് നടപടികളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഓരോ ദിവസവും അരവിന്ദ് കെജ്രിവാൾ നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ സൂചന. അതേസമയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശവാണിയും അതുപോലെ തന്നെ ദൂരദർശനുമൊക്കെ പ്രതിപക്ഷ നേതാക്കളുടെ അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് ബ്രോഡ്കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ഇരുമാധ്യമങ്ങളിലൂടെയും നടത്തുന്ന പ്രസംഗത്തിൽ എഡിറ്റിംഗ് നടത്തുന്നു. അതിനകത്ത് മുസ്ലിം എന്ന പ്രയോഗത്തെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു. കാടൻ നിയമങ്ങൾ എന്ന നിലയിലേക്ക് മോദി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കാനുള്ള അവസരത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതുപോലെയൊക്കെയുള്ള വിവരങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാന വാർത്തകളായി നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നലെയൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി അതും വന്നിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ, രാഷ്ട്രീയ നേതാക്കളെ, ആ പാർട്ടികളെ എങ്ങനെയൊക്കെ തടയാം, എങ്ങനെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാം എന്ന നിലയിൽ കൂടിയുള്ള ഒരു വലിയ പരിശ്രമം ഈ സംവിധാനങ്ങളെ ഉപയോഗിച്ചൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ, BJPയുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു വലിയ പ്രചാരണം ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നതുകൂടിയാണ്. മറുഭാഗത്ത് BJP നയിക്കുന്ന ഇന്ത്യ മുന്നണിയും ഏത് തരത്തിലും അധികാരം നിലനിർത്തുക എന്ന നിലയിലേക്കുള്ള അവരുടെ ഒരു പോരാട്ടവും, ജീവൻ മരണ പോരാട്ടം ആ മുന്നണിയുടെ ഭാഗത്തു നിന്നും കാണാം. ആ നിലയിലാണ് അഞ്ചാം ഘട്ടത്തിലേക്ക് രാജ്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടത്തിലേക്ക് തിങ്കളാഴ്ച പോവുക. ഇന്ന് പരസ്യപ്രചാരണം, ഈ അഞ്ചാം ഘട്ടത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയും ചെയ്യും.